ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? പക്ഷെ തീരെ സുഖമില്ലാത്ത ഒരു കൂട്ടറുണ്ടല്ല, ഒരു കൂട്ടർ നമ്മളെ കേരളത്തിലുണ്ട്. ആ കൂട്ടറാരാന്നറിയാം? ആ കൂട്ടർ വേറെ ആരുമല്ല, നമ്മളെ ചാണക സംഖ്യകള്. അവർക്ക് ഒരു സുഖമില്ല. ഈ ചാണക സംഖ്യയുടെ പ്രത്യേകത എന്നറിയാം, അവർക്ക് തീരെ സുഖമില്ലാണ്ട് നിൽക്കുമ്പോൾ നമ്മളെ മലയാളികൾ മൊത്തം സുഖം കളയാൻ വേണ്ടിട്ട് ഓരോരോ ഉടായ്പ പരിപാടിയിട്ട് ഈ ചാണക സംഖ്യകൾ വരും. അങ്ങനെ ചാണക സംഖ്യകൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഉടായ്പാണ് കേരള സ്റ്റോറി 2. അങ്ങനെ കേരള സ്റ്റോറി 2 എന്ന ഉടായ്പായിട്ട് വന്ന നമ്മളെ ചാണക സംഖ്യ ലക്ഷ്മി മേനനും പിന്നെ നമ്മൾ മാതൃഭൂമിയിലെ അഭിലാഷ് മോഹനല്ലേ, രണ്ടാളും കൂടി കണ്ടം വഴി ഓടിച്ച്. ലക്ഷ്മി മേനോനെ ഏറെക്കുറെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മൾ അഭിനേതാവും ആങ്കറുമായ മിഥുനില്ലേ, മിഥുന്റെ വൈഫാണ് ഈ ലക്ഷ്മി മേനോൻ. ലക്ഷ്മി മേനോൻ ചാണക സംഖ്യ കളിയാക്കിക്കൊണ്ട് ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് മോനെ മോനെ ചിരിച്ചിങ്ങൾ പണ്ടാർ കിടക്കും. നമുക്കതിൽ ആദ്യം തന്നെ ലക്ഷ്മി മോനെ ചാണക സംഖ്യ കണ്ടം പൊഴി ഓടിക്കുന്ന ആ മനോഹരമായ കോമഡി വീഡിയോ കാണാം. അതിനുശേഷം നമ്മൾ അഭിലാഷ് മോഹനില്ലേ സംഖ്യകളെ കണ്ടം പൊഴി ഓടിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലക്ഷ്മി മോനെ ചാണക സംഖ്യ കളിയാക്കി പണ്ടടക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. കേരള സ്റ്റോറിയുടെ ട്രെയിലർ നമ്മൾ കണ്ടു കാണും. ഒരു കുട്ടീനെ നിർബന്ധിച്ച് ബീഫ് കൊടുക്കുകയാണ്, വായിൽ കയ്യും കാലൊക്കെ പിടിച്ചിട്ട്. പണ്ട് എൻ്റെ അമ്മ എന്നെ കഫ് സിറപ്പ് തന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ ഇതൊരു പ്രൊപ്പഗാൻഡയ്ക്ക് എടുക്കുന്ന ഒരു മൂവി ആണെങ്കിലും നമുക്ക് നാഷണൽ അവാർഡൊക്കെ വാങ്ങാനുള്ളതല്ലേ, കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്കെടുക്കായിരുന്നു. I love the audacity of that Northeast Sanghi to create a scene like this and lecturing us that we Keralites are in trouble. We are not in trouble, we are the trouble. Don't trouble the trouble. If you trouble the trouble, trouble troubles you. I'm not the trouble. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ചിലപ്പം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല. ആ കുട്ടിക്ക് അങ്ങനെ ബീഫ് കൊടുത്താൽ ആരായാലും കഴിക്കുമോ? ഒന്നുകിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു പഴംപൊരിയെങ്കിലും വേണം. പിന്നെ നമ്മുടെ നാട്ടിൽ കൊളസ്ട്രോൾ കൂടി വരികയാണല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ചായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ഒരു സീൻ ഇറക്കിയത്. ആയിക്കൂടാന്നില്ലല്ലോ. സിനിമ എടുക്കുന്നതിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ബ്രാൻഡിങ് എ ഫിക്ഷൻ ആസ് എ ലൊക്കേഷൻ സ്പെസിഫിക് ട്രൂത്ത് ക്രിയേറ്റ്സ് എ മിസ്ലീഡിംഗ് ഇമേജ്. പ്ലീസ് നോട്ട് ദാറ്റ്. കഴിക്കാത്ത ആൾക്കാരെ അറിയുമോ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ബീഫ് കഴിക്കില്ല, പോർക്ക് കഴിക്കില്ല, ഞാൻ ഇതൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കാലത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മുൻചാണ്ടും കൂടി കരാമയിലുള്ള ആരാമത്തിലത്തെ പൊറോട്ടയും ബീഫും കഴിക്കാനാണ് പോവാറുള്ളത് മെയിനായിട്ട്. പിന്നെ ഇതുപോലെ കേരളത്തിൽ ഫ്രീ ആയിട്ട് വയൽ കുത്തിക്കയറ്റി ബീഫ് തരുന്ന സ്ഥലമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം. ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്നില്ലാതെ അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിരിക്കും. അതാണ് ഞങ്ങൾ മലയാളീസ്. ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല, സോറി. ഇതിലും വലിയൊരു പണി, ഇതിലും വലിയൊരു കോമഡി ഉണ്ടല്ല, ഇനി ചാണക സംഖ്യ കിട്ടാനില്ല. ഇപ്പൊ മൂത്ത സംഖ്യ ചെറിയ സംഖ്യ നോക്കി പറഞ്ഞിട്ടുണ്ടാവും എന്തിന്റെ കേടായിരുന്നു നമുക്ക്. ആ ഒരു കേരള സ്റ്റോറി 2 എന്നും മറ്റേ ഒരു സിനിമ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തിന്റെ കേടായിരുന്നു. ഈ സിനിമ സംവിധാനം ചെയ്ത ഉത്തരേന്ത്യക്കാരുണ്ടല്ല, അവര് പൈസ നല്ലോണം ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കേരള സംഖ്യയിലുണ്ടല്ല, മലയാളിയുടെ വായിന്ന് ഇങ്ങനെ തെറി കേൾക്കാൻ വേണ്ടി പിന്നെയും ജീവിതം ബാക്കി. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേരള സ്റ്റോറി വഴി ലവ് ജിഹാദിലേക്ക് പോയ സംഗി ശ്യാംരാജന തിരിച്ചതേ കേരള സ്റ്റോറിയിൽ കേരളത്തിലേക്ക് എത്തിക്കുന്ന അഭിലാഷ് മോഹന്റെ മനോഹരമായ ഒരു വീഡിയോ ആണ്. നമുക്ക് ആ മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? കാണുമ്പോഴുണ്ടല്ലോ നിങ്ങൾ കണ്ണും കാതും ചിമ്മാതെ ഈ വീഡിയോ കണ്ടു തീർക്കണം. നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് വരാം. ശ്രീ ശ്യാംരാജ്, കേരളത്തിനെതിരെയുള്ള ഈ വിദ്വേഷ പ്രചാരണത്തെ നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ? ഈ ചിത്രത്തെയും ഇത് മലയാളികളെ അപകീർത്തിപ്പെടുത്തുന്നതായതുകൊണ്ട് ദേശീയ അവാർഡ് കൊടുത്ത് പുരസ്കരിക്കുമോ? അഭിലാഷ് ഇവിടെ ഇരിക്കുന്നത് ആങ്കർ ആയിട്ടാണോ അതോ പഴയ മീഡിയ പ്രതിനിധിയാണോ എനിക്ക് സംശയം. മാതൃഭൂമിയുടെ ആണല്ലോ. ഓക്കെ, അല്ല, എനിക്ക് നിങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ തോന്നിയതാണ്. ഒന്ന് ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ റിലീസ് ആവാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. കേരളത്തെ അപമാനിക്കാനാണോ ഈ സിനിമ എന്നുള്ള സിനിമ ട്രെയിലർ ഉണ്ടോ? ട്രെയിലർ കണ്ടിട്ട് കേരളത്തെ അങ്ങോട്ട് അപമാനിച്ച് കളയും. ഇനി കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയ്ക്ക് ദേശീയ അവാർഡ് നിങ്ങൾ എങ്ങനെ പറയാം? ഈ സിനിമയുടെ കണ്ടന്റ് എന്താണ്? ഒന്ന്, ഈ സിനിമ നിർമ്മിച്ചത് ഞങ്ങളല്ല, സിനിമ സംവിധാനം ചെയ്തത് ഞങ്ങളല്ല. പിന്നെ ഈ സിനിമയുടെ കണ്ടന്റ് എന്താണോ ആ കണ്ടന്റിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് അഭിപ്രായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. ആ അഭിപ്രായം ആ കണ്ടന്റ് പറയട്ടെ ചോദ്യം. ആ കണ്ടന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് കേരളത്തെ അപമാനിക്കലാണ് എന്ന് പറയുന്ന ഇടത് ജമാഅത്തെ ആ ഒരു നറേറ്റീവ് പൊതുവിഷയമാണ് നിങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ കേരളീയരെ ഏത് നിലയ്ക്കും അപകീർത്തിപ്പെടുത്താം, കേരളീയരെ ഏത് നിലയ്ക്കും അപമാനപ്പെടുത്താം എന്നൊക്കെയുള്ളത് അതൊരു വല്ലാത്ത ആശയമാണ് ശ്യാംരാജെ. അത് മലയാളികളുടെ പൊതുവിഷയമാണ്. മലയാളികളുടെ വിഷയം തന്നെയാണ്, ഒരു സംശയമില്ല. മലയാളിയുടെ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ഒന്ന്, ആ സിനിമയുടെ അതൊരു സിനിമയാണ്, അതൊരു സിനിമ കഥയാണ്. അതിനകത്തെ കണ്ടന്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇനി 32,000 31,990
എനിക്കറിയില്ല. അത് സംവിധാനം പറയട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ കണ്ടന്റ് ആണ് എന്ന് പറയുന്നത് കേരളത്തിലുണ്ടോ? ഉദാഹരണങ്ങൾ എത്രയാണ് നിങ്ങൾക്ക് വേണം? എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം? എത്ര മാത്രം ഞാൻ 2025 കോതമംഗലത്തിൽ പെൺകുട്ടി ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം 2025 കോതമംഗലത്തിൽ പെൺകുട്ടി ഫോഴ്സ്ഫുള്ളി മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തത്. ആ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ട് അവളെ മതപരിവർത്തന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാർ വരെ റെഡിയാക്കി വെച്ചൊക്കെയാണ് എന്ന് ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞാൽ പോരെ? ലവ് ജിഹാദ് ഉണ്ട്. നിയമപരമായിട്ട് നിങ്ങൾ തോക്കിക്കാൻ വെടിവെക്കല്ലേ? ഞാൻ എക്സാക്ട് അതിന്റെ കണ്ടു ഞാൻ പറഞ്ഞു. നിങ്ങൾ തോക്കിക്കാൻ വെടിവെക്കല്ലേ? ഇതിനകത്ത് പ്രശ്നം അറിയോ? നിങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം കൂടെ കൂടിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പറയുന്നതാണ് എന്താണ് ഈ കേന്ദ്ര സർക്കാർ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ലവ് ജിഹാദ് ഇല്ല. സത്യത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ എക്സാക്ട് വാക്കുകൾ വായിക്കാം. നമുക്ക് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം ലവ് ജിഹാദ് എന്ന പദം നിർവചിച്ചിട്ടില്ല. കേന്ദ്ര ഏജൻസികളൊന്നും ഇത്തരത്തിൽ ലവ് ജിഹാദ് റിപ്പോർട്ടില്ല. എന്നിരുന്നാലും കേരളത്തിൽ നിന്നുള്ള മിശ്ര വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട 2 കേസുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട്. അഖില അശോകന്റെയും 2 സോണിയ സെബാസ്റ്റ്യൻ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഡിഫൈൻ ചെയ്തിട്ടില്ല, നിയമപരമായി ജി കിഷൻ റെഡ്ഡി അദ്ദേഹം No such case of love jihad has been reported by any of the central agencies. No such case of love jihad has been reported by any of the central agencies. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തോന്നുന്നത് മാത്രം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് മുഴുവൻ വായിക്കുന്നത്. ശരി, എന്നെ കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹങ്ങൾ എന്നിട്ടോ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പ്രശ്നം നിയമപരമായി ഡിഫൈൻ ചെയ്തിട്ടില്ല. ലവ് ജിഹാദ് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിൽ നിന്നുള്ള 2 മിശ്ര വിവാഹ കേസുകൾ NIA അന്വേഷിക്കുന്നുണ്ട്. അതാണല്ലോ ശ്യാംരാജ് നേരത്തെ പറഞ്ഞത്. ആണല്ലോ NIA അന്വേഷിച്ചിട്ടോ? NIA അന്വേഷിച്ചിട്ട് എന്താ കണ്ടെത്തിയത്? ആ NIA അന്വേഷണത്തെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ഞാൻ വായിക്കാം. NIA ends Kerala probe says there is love but no jihad. NIA കേരളത്തിൽ നിന്നുള്ള ഈ പറഞ്ഞ മിശ്ര വിവാഹം സംബന്ധിച്ച കേസ് അവസാനിപ്പിച്ചു. എന്നിട്ട് NIA എന്താ പറഞ്ഞേ? There is love but no jihad. നിയമപരമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അഭിലാഷിന്റെ പ്രശ്നം അറിയോ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്തതാണ് പ്രശ്നം. സുപ്രീം കോടതി ലോക്സഭയിലായാലും നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നിനെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല. നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് BJP സ്ഥാപിക്കുന്ന കേസെന്താ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒന്നുണ്ട് BJP സ്ഥാപിക്കുന്ന കേസെന്താ? നിയമപരമായി ഡിഫൈൻ ചെയ്യാത്ത ഒരു കേസുണ്ട് എന്ന് പറഞ്ഞു കേരളീയ കേസെന്താ? അങ്ങനെ ഇരുന്ന് ഇതന്നെ ഇവരെ പരിപാടി. ഉത്തരം മുട്ടുമ്പോൾ ബഹളം വെക്കുക, ആ പരിപാടി അലമ്പാക്കുക. എല്ലാ ചാണക സംഖ്യകളും നിങ്ങളെ കൂട്ടത്തില് വിവരവും പോലുള്ള ഒരുത്തം പോലുമില്ലേ? അതൊക്കെ പോട്ടെ, മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം. എന്തെങ്കിലും ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ അല്പമെങ്കിലും മര്യാദ എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്ന ഏതും കുറിച്ച് നിങ്ങളെ കൂട്ടത്തിൽ ഇല്ല അല്ലേ? ഈ ചർച്ചന്റെ പകുതിക്ക് എത്തുമ്പോൾ നമ്മൾ ഈ സംഘി ശ്യാംരാജ് എന്നാ വിചാരിച്ചെന്നറിയാം. ഞാനിത് എവിടെയാണ് വന്നുപെട്ടത്, ഇത് ഏത് ജില്ല ശിവനെന്ന് ആ അവസ്ഥയായി നമ്മളെ ശ്യാംരാജ്. ഒന്നാലോചിച്ചിട്ട് നമ്മളെ സ്വന്തം നാടിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഒരു സിനിമ വരുമ്പോ ആ സിനിമയുടെ കൂടെ കൂടി നമ്മളെ നാടിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു ടീം ഉണ്ടെങ്കിൽ അത് സംഖ്യകൾ മാത്രമാണ്, അത് ചാണക സംഖ്യകൾ മാത്രമാണ്. അവരെ കൊണ്ടേ അമ്മാതിരി വൃത്തികെട്ട പരിപാടി ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഈ ഭയങ്കരമായ ഡയലോഗ് അടിക്കുന്ന ഈ ശ്യാംരാജിലെ ഇവനടക്കമുള്ള ഈ പരിപാടി കഴിഞ്ഞാൽ നേരെ പോയിട്ട് തട്ടുകടയിൽ നിന്ന് ബീഫും പുട്ടും അല്ലെങ്കിൽ ബീഫും പൊറോട്ടയും നല്ലോണം കഴിച്ചിട്ട് വീട്ടിൽ പോകും. എന്നിട്ട് നാണും മാനും ഉളുപ്പില്ലാണ്ട് പല ചർച്ചയിലും വന്നിട്ട് ബീഫിനെ കുറ്റം പറയും. എവിടെ ബീഫ് ഫ്രൈ ബീഫ് മാത്രം മാറ്റിട്ട് ഉള്ളി മാത്രം എന്ന് പറഞ്ഞ ഉള്ളിസുലിന്റെ ശിഷ്യന്മാരല്ലേ ഇവരൊക്കെ? ഇവരുടെയൊക്കെ അടുത്തുണ്ടല്ല ഇമാതിരി നാടത്തരം മാത്രമേ പൊതിച്ചു കണ്ടു. അപ്പൊ ചാണക സംഖ്യകൾ നിങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ആലോചിക്കുക, കേരളത്തിലേക്ക് ഒരൊറ്റക്കൊള്ളു കേരളത്തിൽ നിന്ന് ലോഡ് കണക്കിന് ആൾക്കാർ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളെ കയ്യിലുള്ള ബീഫ് മൊത്തം തിന്ന് തീർക്കുന്നതായിരിക്കും. അപ്പൊ ചാണക സംഖ്യകൾ പുറത്തിറക്കിയ സംഘി സ്റ്റോറിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എനിക്ക് നല്ല സുലാൻ.